بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ്റെയും അവൻ്റെ തിരുനബിയുടെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനോട്ടമുള്ള ഒരു സംഗമമായി ഖബൂൽ ചെയ്യട്ടെ. നാം ഇപ്പോൾ സംഗമിച്ചത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുവാനും അവിടുത്തെ മദ്ഹുകൾ കേൾക്കുവാനും അതുവഴി നമ്മുടെ ഖൽബിനിക്ക് സന്തോഷമുണ്ടാകുവാനുമാണ് നമ്മുടെ ഭാഗത്തിൽ നിന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടാകുന്ന മഹബ്ബത്ത്. ആ മഹബ്ബത്തിൻ്റെ ഒരു അടയാളമാണ് നാം എല്ലാ ആഴ്ചയിലും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ മഹബ്ബത്ത് പ്രകടനത്തിൻ്റെ കാരണത്താൽ നമ്മുടെ ദുനിയവിയും ഉഖ്റവിയും ആത്മീയപരവുമായ എല്ലാ ഉദ്ദേശ്യങ്ങളും നമുക്ക് അല്ലാഹു നിറവേറ്റിത്തരട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രവാചകത്വം ലഭിച്ച പ്രവാചകരാണ്. ഭൂമിയിലേക്ക് മനുഷ്യർ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ആത്മലോകത്ത് വെച്ച് മലക്കുകളിലേക്കും അംബിയാ മുർസലീങ്ങളിലേക്കും എല്ലാവരിലേക്കും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള പ്രവാചകരായി നിയോഗിക്കപ്പെട്ട പ്രഥമ പ്രവാചകരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചു. അങ്ങനെ പറയുമ്പോൾ മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, തിരുനബിയെക്കുറിച്ച് അള്ളാഹു അങ്ങനെ പരാമർശിച്ചിട്ടുണ്ടല്ലോ, അങ്ങക്ക് കിതാബ് എന്താണെന്നും ഈമാൻ എന്താണെന്നും അറിയില്ലായിരുന്നു എന്ന്. അപ്പം പിന്നെ ആദ്യമായി പ്രവാചകത്വം നൽകപ്പെട്ടവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറയുന്നതിനോട് അത് വിരുദ്ധമല്ലേ എന്നുള്ള സംശയത്തിൻ്റെ മറുപടി കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചു. അതിൻ്റെ രണ്ടാമത്തെ മറുപടി പറഞ്ഞത്, രണ്ട് മറുപടി അതിന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ മറുപടിയായി പറഞ്ഞത് തിരുനബിക്ക് പ്രസവിക്കപ്പെട്ടവരെ ഇതെല്ലാം അറിയുമായിരുന്നു, പക്ഷേ അള്ളാഹു അവിടുത്തെ റൂഹിന് ഹഖീഖത്ത് മുഹമ്മദീയത്തിന് ഒരു മറ ഇട്ട് കൊടുത്തതായിരുന്നു. 40-ാം വയസ്സിൽ പ്രവാചകത്വ പ്രഖ്യാപനമുണ്ടാകുന്നത് വരെ ആ മറ അല്ലാഹു തആല നീക്കിക്കൊടുത്തില്ല. അതിന് ശേഷമാണ് ആ മറ നീക്കിക്കൊടുത്തത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് പറയാതിരിക്കാൻ അല്ലാഹു ആ മറ ഇട്ട് കൊടുത്തു. അതാണ് സംഭവിച്ചത്. അങ്ങനെ പറയുമ്പോൾ എന്തിനാണ് അല്ലാഹു തആല 40-ാം വയസ്സ് വരെ ഖൽബിനിക്ക് മറട്ട് കൊടുത്തത്? വഫി ഇർജാഇഹാ ഹിക്മത്താനി റബ്ബാനിയത്താൻ, 40-ാം വയസ്സ് വരെ അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം പിന്തിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകത്വ പ്രഖ്യാപനം പിന്തിച്ചു.
ആ പ്രഖ്യാപനം പിന്തിച്ചിട്ടതിൽ 2 ദിവ്യയുക്തികളുണ്ട്. ഏതാ 2 ദിവ്യയുക്തി? അൽ ഊല, ഒന്നാമത്തെ യുക്തി അൻ യഈശ ബൈനഹും മിസാലിയൻ കഗൈരി നബിയ്യിൻ അംസല ശുബ്ബാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഈശ ബൈനഹും മിസാലിയൻ, മാതൃകാ പുരുഷനായി ജനങ്ങൾക്കിടയിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുക. കഗൈരി നബിയ്യിൻ, ഒരു പ്രവാചകനല്ലാത്തതുപോലെ 40 വയസ്സ് വരെ ജീവിക്കുക. അംസല ശുബ്ബാൻ, ഏറ്റവും നല്ല മാതൃകാ പുരുഷനായ ഒരു യുവാവായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് തിരുനബി അവർ പരിചയപ്പെടുക. നേരത്തെ പ്രവാചകനാണെന്ന് ചെറുപ്പം മുതൽക്കേ പറഞ്ഞാൽ അതിന് തെളിവ് നിരത്താൻ കഴിയാതായി പോകും, വിശ്വസിക്കാൻ പ്രയാസമാവും. അതേസമയം അവർ പ്രവാചകനല്ല എന്നുള്ള കാഴ്ചപ്പാടിൽ ചെറുപ്പം മുതൽക്കേ ഈ വ്യക്തിയുടെ ജീവിതം അവർ പഠിക്കുന്നു, ഈ വ്യക്തിയുടെ ചലനങ്ങൾ അവർ ശ്രദ്ധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങൾ വീക്ഷിക്കുന്നു. അങ്ങനെ തിരുനബിയെക്കുറിച്ച് അവർ സർട്ടിഫിക്കറ്റ് നൽകി, അൽ അമീൻ, എല്ലാവർക്കും വിശ്വസിക്കപ്പെടാൻ പറ്റിയ വ്യക്തി, വിശ്വസ്തൻ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വീക്ക്നെസ്സായി ഒന്നും പറയാനില്ല, കുറവായി ഒന്നും കാണാനില്ല എന്നവർ തീർച്ചപ്പെടുത്തിയ ശേഷം 40-ാം വയസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക്, കുബുദ്ധന്മാർക്ക്, കുബുദ്ധികളല്ലാത്തവർക്ക് ഒരിക്കലും അതൊരു വിദൂരമായ അല്ലെങ്കിൽ അസംഭവ്യമായ കാര്യമായി തോന്നൂല. സാധാരണക്കാർക്കെല്ലാം അത് വിശ്വസിക്കാൻ കഴിയും. അതാണ് അള്ളാഹുവിൻ്റെ യുക്തി. ഫതതഹഖ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്രവാചകനല്ലാത്തൊരു മാതൃകാ പുരുഷനായി ജനങ്ങൾക്കിടയിൽ ജീവിക്കട്ടെ. ഫതതഹഖഖ അമാനത്തുഹു ഇൻദഹും, അങ്ങനെ തിരുനബിയുടെ വിശ്വസ്തത അവർക്കിടയിൽ സാക്ഷാത്കരിക്കപ്പെടട്ടെ, അവർക്കിടയിൽ ഉറപ്പാവട്ടെ. ബിസ്തിഖാൻ, പൂർണ്ണമായ ഉറപ്പ് അവരിടയിൽ ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു വിചാരിച്ചു. ഫൈദാ സദഅ ഫിൽ 40, അങ്ങനെ 40-ാം വയസ്സാകുമ്പോൾ, 40-ാം വയസ്സ് ആയതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പ്രഖ്യാപിച്ചാൽ, ബിനുബുവ്വത്തിഹി, തൻ്റെ പ്രവാചകത്വം പ്രഖ്യാപിച്ചാൽ, സദ്ദഖതുഹുൽ അജ്നാൻ, മനസ്സുകൾക്കെല്ലാം അത് ഉൾക്കൊള്ളാൻ കഴിയും. അതിനാണ്, അതുകൊണ്ടല്ലേ കമാഹുവ സുന്നത്തു ഫി അംബിയായി സാലിഫിൽ അഹ്യാൻ, കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മുൻ പ്രവാചകന്മാരിലെല്ലാം അള്ളാഹുവിൻ്റെ പതിവ് അങ്ങനെയാണ്. അള്ളാഹു ഒരൊറ്റ പ്രവാചകനെയും 40-ാം വയസ്സിൻ്റെ മുമ്പ് പ്രവാചകത്വം പ്രഖ്യാപിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല. 40 വയസ്സായതിൻ്റെ ശേഷമാണ് എല്ലാ പ്രവാചകന്മാരും പ്രവാചകത്വം പ്രഖ്യാപിച്ചത്, പ്രവാചകനാക്കിയത് 40-ാം വയസ്സിൻ്റെ ശേഷം. വഇന്നമാ ഖീല ഫി ഈസാ നബി അലൈഹി ഇസ്ലാമും അങ്ങനെയാണോ? അതേ, ഈസാ നബി അലൈഹി ഇസ്ലാമും പ്രവാചകനായി പ്രഖ്യാപിക്കപ്പെട്ടത് 40 വയസ്സിൻ്റെ ശേഷമാണ്. ഈസാ നബിക്ക് 40 വയസ്സായതിന് ശേഷം പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ച് പ്രബോധനം നടത്തി. അങ്ങനെ 33 വർഷം പ്രബോധനം നടത്തിയതിന് ശേഷം അല്ലാഹു തആല ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. ഇനി ഈസാ നബി അലൈഹി ഇസ്ലാം അവസാന നാളിൽ ഇറങ്ങി വരും, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും. ഈസാ നബി അലൈഹി ഇസ്ലാം വഫാത്തായിട്ടില്ല. അങ്ങനെ 7 വർഷം കൂടെ ഈസാ നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ വന്ന് ഭരിക്കും.
പ്രവാചകനായിട്ടല്ല വരുന്നത്. ഈസാ നബി അലൈഹി സ്വലാം പിന്നീട് ഇറങ്ങി വരുന്നത് പ്രവാചകനായിട്ടല്ല, റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽപ്പെട്ട നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ഉമ്മത്തിൽപ്പെട്ട ഒരാളായി ഈസാ നബി അലൈഹി സ്വലാം വരും. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമിനായിരിക്കും ഭരണം, 7 വർഷം ഭരിക്കും. അപ്പം മൊത്തം ഈസാ നബി അലൈഹി സ്വലാം 40 വർഷം ഭരിച്ചു എന്നാവും. ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് 33 വർഷവും ഇനി ഇറങ്ങി വന്നിട്ട് 7 വർഷവും. അങ്ങനെ 40 വർഷം ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിൽ ഭരണം നടത്തും. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടിട്ടുണ്ട്, ഈസാ നബി അലൈഹി സ്വലാം ചെറുപ്പം മുതൽക്ക് തന്നെ തൊട്ടിലാകുമ്പോൾ തന്നെ പ്രവാചകത്വം ലഭിച്ച ആളാണ് എന്ന്. അത് പ്രബലമല്ല, പ്രബലം 40-ാം വയസ്സിൽ ലഭിച്ചു എന്ന് തന്നെയാണുള്ളത്. പിന്നെ എന്താണ് ഈസാ നബിയെക്കുറിച്ച് അങ്ങനെ ചെറുപ്പം മുതലേ പ്രവാചകത്വം ലഭിച്ചവരാണെന്നൊരു അഭിപ്രായം വരാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. വൈന്നമാ ഖീല ഫി ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയപ്പെട്ടു, പെട്ടുപോയ അഭിപ്രായമാണ്. അന്നഹു ഊത്തിയൻ നുബുവത്ത് ഫീ സിന്നി സുബിയാൻ, ചെറുപ്രായത്തിൽ തന്നെ പ്രവാചകത്വം നൽകപ്പെട്ട ആളാണ് ഈസാ നബി എന്ന് പറയപ്പെട്ടു. ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിലിൽ കിടക്കുമ്പോൾ സംസാരിച്ച ആളാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹയോട് ജനങ്ങൾ വന്ന് ചോദിച്ചു, യാ ഉഖ്ത ഹാറൂന, സൂറത്ത് മറിയമിൽ പറഞ്ഞു, മാ കാന അബൂക്കി ഇംറഅ സൗഇൻ വമാ കാനത്ത് ഉമ്മുക്കി ബഗിയ, അല്ല മറിയമോ, എൻ്റെ ബാപ്പ ഒരു മോശപ്പെട്ട ആളായിരുന്നില്ല, നല്ല മനുഷ്യനായിരുന്നു. ഉമ്മ ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു വേശ്യയായിരുന്നില്ല. പിന്നെ ഈ എങ്ങനെ ആയത് എന്ന് ചോദിച്ചു. അപ്പം മറിയം ബീവി റളിയല്ലാഹു അൻഹ തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിലേക്ക് സൂചിപ്പിച്ചു, ആ കുട്ടിയോട് ചോദിച്ചോളൂ എന്ന്. അങ്ങനെ തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി അലൈഹി സ്വലാം അങ്ങ് പ്രഖ്യാപിച്ചു, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യൻ വജഅലനി മുബാറക ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, എനിക്ക് അള്ളാഹു തആല ആതാനിയൽ കിതാബ്, എനിക്ക് അള്ളാഹു ദിവ്യവേദം നൽകിയിട്ടുണ്ട്, ഇഞ്ചീൽ നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ്യൻ, എന്നെ അള്ളാഹു പ്രവാചകനാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം സംസാരിച്ചു. അതിൻ്റെ അർത്ഥം അന്നേരം ഈസാ നബി പ്രവാചകനാണ് എന്നല്ല. എന്തുകൊണ്ട്? വജഅലനി നബിയ്യൻ, എന്നെ അള്ളാഹു പ്രവാചകനാക്കിയിട്ടുണ്ട് എന്ന് ഈസാ നബി പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞ ആത്താനിയൽ കിതാബാന്നാ. എന്നെ പ്രവാചകനാക്കിക്കണെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പ്രവാചകനാണ് എന്ന് പ്രഖ്യാപിക്കല്ലേ. അതിന് തെളിവാണ് അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് എനിക്ക് അള്ളാഹു വേദം, ഇഞ്ചീൽ വേദം നൽകിയിട്ടുണ്ട് എന്ന്. അന്നേരം തൊട്ടിയിൽ ഇഞ്ചീലുണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാമിനിക്ക് തൊട്ടിയിൽ കിടക്കുമ്പോൾ ഇഞ്ചീൽ എടുത്തുക്കണോ? അന്ന് വേദം കിട്ടിയിട്ടില്ല. ഇഞ്ചീലും തൗറാത്തൊക്കെ അള്ളാഹു ആകാശത്തിൽ നിന്ന് അങ്ങ് ഇറക്കി കൊടുത്തതാണ്. ഖുർആൻ മാത്രമേ പല തവണയായി ഓരോ ആയത്തായി കൊടുത്തിട്ടുള്ളൂ. അല്ലാത്ത വേദങ്ങളൊക്കെ അള്ളാഹു ഒറ്റ തവണയായി ഇറക്കി കൊടുത്തതാണ്. അപ്പം അന്നേരം ഈസാ നബിയെ പറയുന്ന സമയത്ത് വേദം നൽകിയിട്ടുമില്ല, പ്രവാചകത്വം നൽകിയിട്ടുമില്ല. പിന്നെ അതിൻ്റെ അർത്ഥം എനിക്ക് അള്ളാഹു വേദം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേദം നൽകാനുള്ള തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ വിധിയിൽ അങ്ങനെ ഉണ്ട്. എനിക്ക് അള്ളാഹു പ്രവാചകത്വം നൽകിയിട്ടുണ്ട് എന്ന് നൽകാനുള്ള തീരുമാനം അള്ളാഹിൻ്റെ അടുക്കലുണ്ട് എന്നർത്ഥത്തിന് പറഞ്ഞതാണ്. അപ്പോൾ ഈസാ നബിയെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, അന്നഹു ഊതിയ നുബുവത ഫീ സിന്നി സുബിയാൻ, ചെറുപ്രായത്തിൽ തന്നെ പ്രവാചകത്വം നൽകപ്പെട്ടു എന്ന്. ലിഅന്നൽ ഹംല ബിഹി ബിനഫ്ഖിൽ മലക്കി അൻതജ സുറഅത തസ്ദീഖിൽ ജനാൻ. പ്രവാചകന്മാർക്കൊക്കെ 40 വയസ്സിൻ്റെ മുമ്പ് പ്രവാചകത്വം നൽകപ്പെടാത്തതിനുള്ള കാരണം, അതിൻ്റെ മുമ്പേ പ്രവാചകത്വം നൽകപ്പെട്ടാൽ ആ പ്രവാചകന്മാരെ
പ്രവാചകനാണെന്ന് വിശ്വസിക്കാനുള്ള ആളുകൾ ഇല്ലാതായി പോവും. ജനങ്ങൾക്ക് വിശ്വാസം വരില്ല. ജനങ്ങൾ അവരെ ജീവിതം പഠിച്ച് അവരേക്കൊന്നും ഒരു തെറ്റും സംഭവിക്കാത്തവരാണ്, വാക്കിലോ പ്രവൃത്തിയിലോ ദുസ്വഭാവങ്ങൾ സംഭവിക്കാത്തവരാണ് എന്ന് അവരെ പറ്റി ഉറപ്പ് കിട്ടിയതിന് ശേഷം അവർ ഞാൻ പ്രവാചകനാണെന്ന് പറയുമ്പോഴേ അവരെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയൂ. അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടുന്നില്ല 40 വയസ്സിൻ്റെ മുമ്പ് പ്രവാചകനാണെന്ന് പറഞ്ഞാൽ. പിന്നെ എന്തേ ഈസാ നബീനെ പറ്റി ചില ആളുകൾ ചെറുപ്പത്തിലെ പ്രവാചകത്വം കിട്ടിക്കണമെന്ന് പറഞ്ഞത്? അതിന് ഈസാ നബിയിലൊരു പ്രത്യേകത ഉണ്ട്. അന്നൽ ഹംല ബിഹി, ഈസാ നബി അലൈഹി ഇസ്ലാം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മറിയം ബീവി ഗർഭം ചുമക്കുന്നത് ബിനഫ്ഖിൽ മലക്കി, അതൊരു മലക്കിൻ്റെ വരവിലൂടെയാണ്. മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഊത്ത് മറിയം ബീവിയുടെ മാറിടത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഊതുമ്പോഴാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഗർഭമുണ്ടാകുന്നത്, ഗർഭം ധരിക്കുന്നത്. അങ്ങനെ ഒരു മലക്കിലൂടെ, മലക്കിൻ്റെ സഹായത്തോടെ ഉണ്ടായ ഗർഭമായതുകൊണ്ട്, ആ ഗർഭത്തിൽ പ്രസവിക്കപ്പെട്ട കുട്ടിയായതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ഒരു മഹാത്ഭുത ബാലനായി. അപ്പോൾ അന്തജ സുറാത്ത് തസ്ദീഖിൽ ജനാൻ, ആ ഈസാ നബി അലൈഹിസ്സലാം ഒരു മലക്കിൻ്റെ സഹായത്തോടെ ഉണ്ടായ ഈസാ നബി ആകുമ്പോൾ ആ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സുകൾക്ക് അത് ഉൾക്കൊള്ളാൻ, പെട്ടെന്ന് സ്വീകരിക്കാൻ, വാസ്തവമാക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം അവിടെ വന്നത്. എന്നാലും പ്രബലം ഈസാ നബി അലൈഹി സ്വലാമും 40 വയസ്സിൻ്റെ മുമ്പ് അത് പറഞ്ഞിട്ടില്ല എന്ന ഒരു പ്രവാചകനാണ്. യഥാർത്ഥ പ്രവാചകത്വം, ഞാൻ പ്രവാചകനാണ് ഇപ്പോൾ എന്നുള്ള വാക്ക് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പ്രബലം. വൈൻകാന കമാലുർ റജുലി, അപ്പോൾ അവരുടെ സംശയം, ഈസാ നബി അലൈഹി സ്വലാമിന് മലക്കിൻ്റെ സഹായത്തോടെ ഉമ്മ മറിയം ബീബി റളിയല്ലാഹു അൻഹ ഒരു ഉപ്പയില്ലാതെ പ്രസവിക്കപ്പെട്ട ആളാണ് ഈസാ നബി. അത് വലിയൊരു മഹത്വമാണോ ഈസാ നബി അലൈഹി സ്വലാമിന്? അതുപോലെ ആദം നബി അലൈഹി സ്വലാമിക്ക്, ആദം നബി അലൈഹി സ്വലാമിന് ഉപ്പല്ല എന്ന് മാത്രമല്ല ഉമ്മിയില്ല. ആദം നബി അലൈഹി സ്വലാം ഉമ്മിയില്ലാതെ ഉപ്പല്ലാതെ വന്ന. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ആളുകൾ പറയാറുണ്ട് മുഹമ്മദ് നബിനേക്കാൾ വലിയ സ്ഥാനമുള്ള ആൾ ഈസാ നബിയാണ്, യേശുവാണ്, ഈസാ നബിയാണ്. എന്താ തെളിവ്? കാരണം ഈസാ നബി പിതാവില്ലാതെ ജനിച്ച ആളാണ്. ഈസാ നബിക്ക് പിതാവില്ലല്ലോ. അതുകൊണ്ട് ഈസാ നബിയാണ് ഏറ്റവും വലിയ പ്രവാചകന്. അങ്ങനെ ഈസാ നബി വലിയ പ്രവാചകനാകുകയാണെങ്കിൽ ഈസാ നബിനേക്കാളും വലിയ പ്രവാചകനാകേണ്ടത് ആദം നബിയാണ്. കാരണം ആദം നബിക്ക് ഉമ്മിയില്ല, ഉപ്പിയില്ല. ഈസാ നബിക്ക് ഉമ്മിയെങ്കിലും ഉണ്ട്. വാസ്തവത്തിൽ ആ രണ്ട് വാദവും ശരിയല്ല. ഈസാ നബി ഉപ്പല്ലാത്തത് കൊണ്ട് ഈസാ നബി ശ്രേഷ്ഠരാണെന്നും ഉപ്പി ഇമ്മി ഇല്ലാത്തതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം ശ്രേഷ്ഠരാണെന്നും രണ്ട് വാദവും ശരിയല്ല. അങ്ങനെ തോന്നിപ്പോവണ്ട. ഈസാ നബിക്കാണ് സ്ഥാനം. അത് മൗലൂദ് ഹുസ്നൈനിയ ആ ഭാഗം അതിന് മറുപടി പറയാണ്. വൈൻ കാന കമാലുർ റജുലി അൻ യലിദഹുൽ വാലിദാൻ, പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് സമ്പൂർണത ഉണ്ടാവുന്നത് ആ വ്യക്തിയെ അവൻ്റെ മാതാപിതാക്കൾ പ്രസവിക്കുമ്പോഴാണ്. മാതാപിതാക്കളിലൂടെ കൈമാറുന്ന ഒരു പാരമ്പര്യമുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. പിതാവിലൂടെ കിട്ടേണ്ട ചില പ്രത്യേകതകളും കുഞ്ഞിന്, മാതാവിലൂടെ കിട്ടേണ്ട ചില പ്രത്യേകതകളുണ്ട് കുഞ്ഞിന്. അതൊരു പിതാവും മാതാവും പ്രസവിക്കുമ്പോഴേ ഉണ്ടാവും. ആദം നബി അലൈഹി സ്വലാം തുടക്കത്തിലുള്ള മനുഷ്യനാണ്. ആ മനുഷ്യന് പിന്നെ പരിപൂർണത ഇങ്ങനെ വന്ന് വന്ന് പിന്നീട് കൂടുകയാണ്, പരിപൂർണത കൂടുകയാണ്. അപ്പോൾ പിതാവിലൂടെയും മാതാവിലൂടെയും പ്രസവിക്കപ്പെടുമ്പോൾ ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും ചില പ്രത്യേകതകൾ ആ കുട്ടിയിലേക്ക്
ആ കുട്ടിയിൽ പ്രകടമാകുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയി ഈസാ നബി അലൈഹി സ്വലാമിനും ആദം നബി അലൈഹി സ്വലാമിനും. ഇതാരാ പറയണത്? കാലഘട്ടത്തിൻ്റെ ഗൗസും കുത്തുബുമായിരുന്ന അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. വഇൻ കാന കമാലുർ റജുലി അൻ യലിദഹുൽ വാലിദാൻ, ഒരു വ്യക്തിയെ അവൻ്റെ മാതാപിതാക്കൾ പ്രസവിക്കുന്നതാണ് അവന് പരിപൂർണത ഉണ്ടാവാൻ ഏറ്റവും നല്ലത്. ലിതജ്തമിഅ ഫീഹി മിൻഹുമൽ ഖാസിയ്യത്താൻ, മാതാവിൻ്റെ പ്രത്യേകതയും പിതാവിൻ്റെ പ്രത്യേകതയും ആ കുട്ടിയിൽ സംഗമിക്കാൻ വേണ്ടി. ആ സംഗമം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കേ ഉണ്ടായിട്ടുള്ളൂ. പിതാവിൻ്റെ പ്രത്യേകതയും റസൂലുള്ളാഹിയിലുണ്ട്, മാതാവിൻ്റെ പ്രത്യേകതയുണ്ട്. ബിഖിലാഫി ഈസാ വ ആദമ, ഈസാ നബിയും ആദം നബിയും അവരങ്ങനെയല്ല. ഈസാ നബിക്ക് ഉപ്പയുടെ പ്രത്യേകത ലഭിച്ചില്ല, ആദം നബി അലൈഹി സ്വലാമിന് ഉമ്മയുടെ പ്രത്യേകതയും ലഭിച്ചില്ല. ജിബ്രീൽ അലൈഹി സ്വലാം ഈസാ നബിയുടെ ഉപ്പയല്ല. ജിബ്രീൽ അലൈഹി സ്വലാം അള്ളാഹു തആല വായ കൊണ്ടൊന്ന് ഊതാൻ പറഞ്ഞതാണ്. ആ ഊതിയ അത്ഭുതത്തിൽ അത് കാരണമായി മറിയം ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു, അത്രയേ ഉള്ളൂ. എന്നല്ലാതെ ജിബ്രീൽ അലൈഹി സ്വലാം മറിയം ബീവിനെ കെട്ടിയിട്ടില്ല. ജിബ്രീൽ അലൈഹി സ്വലാം മറിയം ബീവിൻ്റെ ഭർത്താവല്ല, ഈസാ നബിൻ്റെ ഉപ്പയുമല്ല. മലക്കുകൾക്ക് ഭാര്യമാരാവശ്യമില്ല. മലക്കുകളിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ല. മലക്കുകൾക്ക് വികാരം എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ ഇല്ല. അതുകൊണ്ട് മലക്കുകളെ പറ്റി അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഫഅല ത്വാഹ ലാ യതഫവഖാൻ, ആകയാൽ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ആദം നബിയോ ഈസാ നബിയോ ഒരിക്കലും മേലെയാകൂല. ആദം നബിക്ക് ഉമ്മയും ഉപ്പയോ ഇല്ല എന്ന് പറഞ്ഞ് ആദം നബിയും മേലെയാകൂല. ഉപ്പയില്ല എന്ന് പറഞ്ഞ് ഈസാ നബിയും റസൂലുള്ളാഹിനേക്കാൾ മേലെയാകൂല. ഇനി അഥവാ അങ്ങനെ ഉപ്പ ഉമ്മ ഇല്ലാതിരിക്കൽ അതൊരു മഹത്വമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിന് മറുപടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ഉപ്പയും ഉമ്മയില്ലാതെ സൃഷ്ടിക്കപ്പെട്ടത്. കാരണം അല്ലാഹു തആല റസൂലുള്ളാഹിനെ ആദ്യം പഠിച്ചത്, അത് സമ്പൂർണ്ണ മനുഷ്യനായി പഠിച്ചു. ആ സമ്പൂർണ്ണ മനുഷ്യൻ്റെ ചെറിയ ഒരു രൂപമാണ് ആദം നബി അലൈഹി സ്വലാം. ആ ചെറിയ ഒരു രൂപമാണ് ആദം നബി അലൈഹി സ്വലാം ആദ്യമ ഈ മനുഷ്യനായി ഈ ആലമുൽ അജ്സാമുൽ ബോഡികളുടെ ലോകത്ത് വന്നത്. ആദ്യം സയ്യിദുനാ റസൂലുള്ളാഹി സമ്പൂർണ്ണ മനുഷ്യനായി പടക്കപ്പെട്ടു. സയ്യിദുനാ റസൂലുള്ളാഹി ആ പഠിച്ചത് ഉമ്മയുടെ മാധ്യമത്തിലൂടെയുമല്ല, ഉപ്പയുടെ മാധ്യമത്തിലൂടെയുമല്ല, ഒരാളുടെ മാധ്യമത്തിലൂടെയല്ല. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അവിടെ ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ മാധ്യമം ഉണ്ടായിട്ടുണ്ട്. ആദം നബിനെ പഠിച്ചു കൊടുത്തും മണ്ണുണ്ടാനും അത് രൂപപ്പെടുത്താനൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ മാധ്യമം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിനെ പഠിച്ചു കൊടുത്ത് ഒരു സൃഷ്ടിൻ്റെ മാധ്യമം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം റസൂലുള്ളാഹിനെ പഠിച്ച സമയത്ത് ഒരു സൃഷ്ടിയും വേറെ പഠിച്ചിട്ടില്ല, പടക്കപ്പെട്ടിട്ടില്ല, അല്ലാഹു മാത്രം. വസാനിയത്തുൽ ഹദറു മിൻ ദിയബി അഹ്ലിൽ ബുതുലാൻ, 40 വയസ്സ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് മുമ്പേ പ്രവാചകനാണെങ്കിലും അത് പ്രഖ്യാപിക്കാതിരുന്നത് അതിൻ്റെ ഒരു ഹിക്മത്താണ്, ഒരു യുക്തിയാണ് നമ്മൾ പറഞ്ഞത്. പ്രവാചകനല്ലാത്ത രൂപത്തിൽ ജനങ്ങൾക്കടിയിലൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കട്ടെ. വസാനിയ, രണ്ടാമത്തെ യുക്തി അൽ ഹദറു മിൻ ദിയബി അഹ്ലിൽ ബുതുലാൻ, അസത്യത്തിൻ്റെ വാക്താക്കൾക്ക് തെറ്റിദ്ധാരണകൾ വരും. ആ തെറ്റിദ്ധാരണയിൽ നിന്ന് സൂക്ഷിക്കലാണ് രണ്ടാമത്തെ യുക്തി. എന്താ തെറ്റിദ്ധാരണ? ചെറുപ്രായം മുതൽക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബുകൾ, വേദങ്ങൾ പാരായണം ചെയ്യലും പുസ്തകങ്ങൾ വായിക്കലും എഴുതലും ഒക്കെ തുടങ്ങിയാൽ, അങ്ങനെ ചെയ്താൽ 40-ാം വയസ്സാകുമ്പോൾ
റസൂലുള്ളാഹി പ്രവാചകനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് പ്രവാചകനാണെന്ന് പറഞ്ഞാൽ, അവന് പ്രവാചകനാണെന്ന് പറയാൻ കാരണം കുറേ പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകങ്ങളിലുള്ള അറിവുകളാണ് പറയുന്നത്. അല്ലാതെ അത് പിന്നെ അള്ളാഹുവിൻ്റെ വഹയി ദിവ്യബോധനം ലഭിച്ചതൊന്നുമല്ല എന്ന് പറയും. തെറ്റിദ്ധാരണ വരും. അത് വരാതിരിക്കാൻ കമാശാറ ബി വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദല്ലർതാബൽ മുബ്തിലൂൻ ഇലൈഹൽ ഖുർആൻ. ഈ ഹിക്മത്താണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അങ്കബൂത്ത് 48-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ്. നബിയെ, അങ്ങ് ഇതിനു മുമ്പ് ഒരൊറ്റ വേദവും പാരായണം ചെയ്യുന്നവരായിരുന്നില്ല. വലാ തഖുത്തുഹു ബിയമീനിക്. അങ്ങയുടെ വലങ്കൈ കൊണ്ട് ഒരൊറ്റ പുസ്തകവും എഴുതിയിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങക്ക് എഴുതാനും അങ്ങ് എഴുതുന്നവരോ വായിക്കുന്നവരോ മുമ്പ് ആയിരുന്നില്ല. എന്തുകൊണ്ട്? ഇദല്ലർതാബൽ മുബ്തിലൂൻ. ഖുർആൻ പറയാം അതിൻ്റെ ഹിക്മത്ത്, യുക്തി. അങ്ങനെങ്ങാനും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അസത്യത്തിൻ്റെ വാക്താക്കൾ അങ്ങയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുമായിരുന്നു. അങ്ങനെ തെറ്റിദ്ധാരണക്ക് ഒരു വഴിയൊരുക്കിയില്ല. ഫകലാമുർ റജുലി. അത് ചെയ്യാത്തത് കൊണ്ട് റസൂലുള്ളാഹിനെ പറ്റി വിശ്വസിക്കുന്ന ആളുകൾ കുറേ ഉണ്ടായി. കാരണം ഫകലാമുർ റജുലി ബി ബദാഇൽ ഹിക്കം. ഒരാൾ ഒരൊറ്റ പുസ്തകവും വായിക്കാതെ, ഒരു ദിവ്യവേദവും ഓതാതെ, പാരായണം ചെയ്യാതെ ഒരു വ്യക്തി കലാമുർ റജുൽ, ഒരാൾ സംസാരിക്കുന്നു, ബി ബദാഇൽ ഹിക്കം, ആശ്ചര്യമുള്ള യുക്തികൾ സംസാരിക്കുന്നു, വറവാഇൽ ഉലൂം, കൗതുകമുള്ള അറിവുകൾ നൽകുന്നു, വൽ ഈദാൻ, കൗതുകമുള്ള അറിയിപ്പുകൾ ജനങ്ങൾക്ക്, ഉത്ബോധനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു. ബഅദ ഇൽമിഹിം ബി ഉമ്മിയ്യത്തി. ആ വ്യക്തി ഒരിക്കലും എഴുത്തും വായനയും പഠിക്കാത്ത ആളാണെന്ന് ജനങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കെ. വജഹ്ലിഹി ബിഹ. ആ വ്യക്തിക്ക് നേരത്തെ അങ്ങനെ എഴുത്തും വായനയും അറിയില്ല എന്നും അവർക്ക് അറിഞ്ഞതിന് ശേഷം, അവരങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഹിക്മത്തുകൾ, വലിയ യുക്തികൾ, പ്രത്യയശാസ്ത്രങ്ങൾ സംസാരിക്കുമ്പോൾ അത് അബ്ലഗു ബുർഹാൻ, അത് ഏറ്റവും നല്ല ഒരു തെളിവാണ്. അന്നഹു റസൂലുൻ യൂഹാ ഇലൈഹി. ആ വ്യക്തിയിലേക്ക് ആ വ്യക്തി ഒരു പ്രവാചകരാണ്. ആ പ്രവാചകരിലേക്ക് ദിവ്യബോധനം നൽകപ്പെടുന്നുണ്ട്. വമാമാൻ, ഒരിക്കലും ആ പ്രവാചകൻ കളവ് പറയുകയല്ല, വ്യക്തി കളവ് പറയുകയല്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പാവും. അതുകൊണ്ടാണ് 40 വയസ്സ് വരെ പ്രവാചകത്വം പ്രഖ്യാപിക്കപ്പെടാതിരുന്നത്. ഫറുഫി അൽ ഹിജാബു അന്നു ഫിൽ 40. അങ്ങനെ 40 വയസ്സാകുമ്പോൾ തിരുനബിക്ക് ആ മറ നീക്കപ്പെട്ടു. തിരുനബിക്ക് എല്ലാം അറിയുമായിരുന്ന ആ അറിവുകൾക്ക് അള്ളാഹു നൽകിയ ആ മറ നീക്കപ്പെട്ടു. ഇദ് ബുഇസ ഫീ ആലമിൽ അശ്ബാഹ് വൽ അബ്ദാൻ. തടികളുടെ ലോകം, ബോഡികളുടെ ലോകമാകുന്ന ഈ ലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ, പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ, മുമ്പ് നിയോഗിക്കപ്പെട്ടത് ആലമുൽ അർവാഹ്, അത് ആത്മലോകത്താണ്. ഈ ലോകത്ത്, ശരീരങ്ങളുടെ ലോകത്ത് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് 40-ാം വയസ്സ്. അന്നേരം അല്ലാഹു തആല മറ നീക്കി കൊടുത്തു. ഫഅലിമ മാ ഫിൽ ഹഖീഖത്തുൽ മുഹമ്മദിയ. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ ഹഖീഖത്ത് മുഹമ്മദിയത്തിലുള്ള വലിയ അറിവുകൾ, അദൃശ്യമായ അറിവുകൾ, അതൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മനസ്സിലാക്കി അറിഞ്ഞു. വദാമത്തുലഹു ഗുയൂബുൻ, തിരുനബിക്ക് ധാരാളം മഹത്തായ ഗുയൂബ് എന്ന് പറഞ്ഞാൽ അദൃശ്യലോകത്തെക്കുറിച്ചുള്ള അറിവ്, അദൃശ്യജ്ഞാനം, വമആൻ, വലിയ ആശയങ്ങളൊക്കെ തിരുനബിക്ക് എപ്പോഴും തിരുനബിയുടെ കൽബിൽ അത് വന്നുകൊണ്ടേയിരുന്നു, മനസ്സിലായിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും പറയാൻ കഴിയാത്ത വലിയ ആശയം പറഞ്ഞു കൊടുക്കാൻ, വലിയ ആശയങ്ങൾ വരുന്ന പ്രഭാഷണങ്ങൾ നടത്താൻ, ഉപദേശങ്ങൾ നടത്താൻ തിരുനബിക്ക് സാധിച്ചത്. എന്നിരുന്നാലും മറ നീക്കിയെന്ന് പറഞ്ഞിരുന്നാലും പലപ്പോഴും ചില കാര്യങ്ങൾ മുൻകൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതിരിക്കാൻ വേണ്ടി, അറിയാതിരിക്കുന്നതിലാണ് ഗുണം എന്ന് കണ്ട് അല്ലാഹു തആല പലപ്പോഴും വീണ്ടും തിരുനബിയുടെ കൽബിനിക്ക് അല്ലാഹു മറ കൊടുക്കും. ആ മറ കൊടുത്താലേ അവിടെ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. സുമ്മലി ഹിക്കമിൻ വ മസാലിഹ, ചില യുക്തികൾക്കും ചില ഉപകാരങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഖദ് യഖഉൻ ബഅലിഹ ഇക്നാൻ, തിരുനബിയുടെ അദൃശ്യലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ, മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, ആ അറിവുകളിൽ ചില അറിവുകൾക്ക് അള്ളാഹു വീണ്ടും മറ സംഭവിക്കാറുണ്ട്. അള്ളാഹു പലപ്പോഴായി മറട്ട് കൊടുക്കാറുണ്ട്. അതിൽ വലിയ യുക്തി ഉണ്ടായതുകൊണ്ടാണ്. വഅലൈഹി തുഹ്മലു നുസൂസുൻ, അങ്ങനെ ചില മറട്ടത് കൊണ്ടാണ് തിരുനബിക്ക് അതിനെപ്പറ്റി തീരുമാനം പറയാൻ കഴിയാതിരുന്നത്, തിരുനബി അത് അറിയാതിരുന്നത് എന്നതിൻ്റെ മേൽ ചുമത്തപ്പെടണം നുസൂസ്. ഖുർആനിലും ഹദീസിലും വന്ന ചില പ്രസ്താവനകൾ, ഖുർആനിൽ വന്ന ചില സൂക്തങ്ങൾ, ഹദീസിൽ വന്ന ചില പ്രസ്താവനകൾ, തുഷ്കിൽ, അത് നമുക്ക് സംശയമായി തോന്നും. ആ സംശയമായി തോന്നുന്ന ഭാഗങ്ങൾ തിരുനബിക്ക് എല്ലാം അറിയൂലേ, അല്ലാഹു തആല എല്ലാ അറിവും കൊടുത്തിട്ടുണ്ടല്ലോ, ആ കൊടുത്ത അറിവ്, അങ്ങനെ അറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തേ തിരുനബി ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ചെയ്തത് എന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അറിവ് കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ പലപ്പോഴും ആ അറിവിനിക്ക് അല്ലാഹു തആല മറയിടും. അപ്പോൾ ഒരിക്കലും ഒരു മറ ഒരിക്കലും സംഭവിക്കാത്ത അറിവ് കിട്ടുന്നവന് അല്ലാഹു മാത്രമേ ഉള്ളൂ. തിരുനബിക്ക് തന്നെ മറ വരുമെങ്കിൽ പിന്നെ ഔലിയാക്കന്മാർക്ക് എന്തായാലും മറ വരും. അപ്പോൾ സമ്പൂർണമായി മറഞ്ഞ കാര്യം അറിയുന്നവന് അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ള എന്ന് പറഞ്ഞാൽ ആകാശഭൂമിയാണ് എല്ലാം പെടുത്തുന്ന ഒരു ഭാഷയാണത്. അല്ലാതെ ലോകം തന്നെ ആകാശഭൂമി മാത്രമല്ല. ആകാശഭൂമി എന്നുള്ള ലോകത്തിൻ്റെ ചെറിയൊരു അംശമായിട്ടുള്ളൂ. അപ്പോൾ ലോകം മൊത്തം എന്നുള്ള അർത്ഥത്തിന് പറയുന്നൊരു വാക്കാണ്. ലോകം മൊത്തത്തിലുള്ള അറിവുകളെല്ലാം പൂർണ്ണാർത്ഥത്തിൽ അറിയുക അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. തിരുനബിക്ക് പലപ്പോഴും മറട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. പിന്നീട് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹ് മറട്ട് കൊടുക്കൂല. എത്രയോ സംഭവമുണ്ട് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹ് മറട്ട് കൊടുത്തത്. അള്ളാഹ് അറിയിച്ചു കൊടുത്തത് അള്ളാഹിൻ്റെ പടപ്പുകൾക്ക് അറിയാൻ കഴിയൂ. അള്ളാഹു കൊടുക്കുന്ന അറിവാണ്. തിരുനബിക്ക് എല്ലാം അറിയുന്ന പറഞ്ഞാൽ അത്രയും അർത്ഥമുള്ളൂ. അള്ളാഹു കൂടുതൽ അറിയിച്ചു കൊടുത്ത വ്യക്തിയാണ് തിരുനബി. തിരുനബിയുടെ ഹഖീഖത്ത് മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞതിൽ, ആ പരമസത്യത്തിൽ, അതിൽ നിന്നാണ് ലോകത്തുള്ള മുഴുവൻ മലക്കിനും നബിക്കും പ്രവാചകനും വലിയനും കിട്ടുന്ന ഇൽമൊക്കെ വരുന്നത്. ലോകത്തുള്ള എല്ലാ മലക്കുകളും എല്ലാ നബിമാരും മുർസലീങ്ങളും ഔലിയാക്കന്മാരും കോരിയ ഇൽമൊക്കെ ഹഖീഖത്ത് മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞതിലുള്ള ഇൽമിൻ്റെ ചെറിയൊരു തുള്ളി മാത്രമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ തിരുനബിയുടെ അടുത്തുള്ള ഇൽമ. എന്നിട്ടും തിരുനബിയുടെ അടുത്തുള്ള ഇൽമ് അള്ളാഹിൻ്റെ അടുത്തുള്ള ഇൽമ് ഫുള്ളായിട്ടില്ല. അപ്പോൾ അള്ളാഹിൻ്റെ അടുത്തുള്ള ഇൽമ എത്രയാണ്? അങ്ങനെയാണ്. അപ്പോൾ ഈ ഇത്രത്തോളം ഇൽമ് തിരുനബിക്ക് ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാണ് പല കാര്യങ്ങളും തിരുനബിക്ക് വ്യക്തമാവാതിരുന്നത്? അത് അല്ലാഹു തആല ചിലപ്പോൾ മറട്ട് കൊടുക്കും ആ അറിവിന്. നമുക്കുണ്ടല്ലോ ചില കാര്യങ്ങൾ അറിഞ്ഞത് തന്നെ കുറഞ്ഞ സമയത്ത്. എവിടെയാണ് ഇപ്പോൾ അത്?
എന്താണ് ഇപ്പോൾ അതിന് ഒരു തിരിയായ്മ വരുമല്ലോ, അതൊരു മറ വീഴാണ്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വലാത്തൊക്കെ ചൊല്ലിയാൽ 2-3 സ്വലാത്തില്ല നമുക്ക് പെട്ടെന്ന് ഓർമ്മ അതാണ് സംഭവം എന്നതുപോലെ തിരുനബിക്കൊരു മറട്ട് കൊടുക്കുക അല്ലാഹു തആല. ഉദാഹരണമായിട്ട് ഖിസ്സത്തുൽ ഇഫ്കി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരുനബിയുടെ ഇഷ്ടപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട പ്രധാനിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, അവരെക്കുറിച്ച് ഒരു പെഞ്ചല്ല് മുനാഫിഖീങ്ങൾ ഒരു പെഞ്ചല്ലുണ്ടാക്കി ആയിഷ ബീവിനെ കുറിച്ച്. ആ പെഞ്ചല്ലിൻ്റെ സംഭവത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുനാഫിഖീങ്ങളാണ്. മുനാഫിഖീങ്ങളല്ലാത്ത ചില സ്വഹാബികൾ അതിൽ പെട്ടുപോവുകയും ചെയ്തു. പക്ഷേ ആ വിഷയത്തിൽ തിരുനബിക്ക് തീരുമാനം അറിയുമെങ്കിലും അത് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആയിഷ ബീവിനെ പറ്റി പറയപ്പെടുന്നു, ആയിഷ ബീവി വേശ്യാവൃത്തി ചെയ്തു, പിന്നെ വ്യക്തിയുമായി. അതിൽ പലരും അങ്ങനെ അഭ്യൂഹം പരത്തി തെളിവ് പറയാൻ ആർക്കും കഴിയുന്നില്ല, സാക്ഷി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പക്ഷേ പെട്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഭാര്യ ആയിഷ ഒരിക്കലും അങ്ങനെ ചെയ്യൂല, അവൾ വിശുദ്ധയാണ്, ഒറ്റടിക്ക് പറഞ്ഞാൽ മുനാഫിഖീങ്ങൾ പറഞ്ഞു വരുത്തും. കണ്ടില്ലേ, നമ്മൾ ആരുടെങ്കിലും ഭാര്യമാരെ കുറിച്ചാണ് അങ്ങനെ, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട പെണ്ണിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഇത്ര പെട്ടെന്ന് തീരുമാനം പറയൂലായിരുന്നു. സ്വന്തം ഭാര്യനെ പറ്റിയായപ്പോൾ തീരുമാനം പറഞ്ഞു, അത് വിശുദ്ധവൽക്കരിച്ചു എന്ന് തിരുനബിയെപ്പറ്റി പറഞ്ഞു പരത്തും മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ. അതില്ലാതെക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ ആയിഷ ബീവി വിശുദ്ധയാണെന്ന് പറഞ്ഞ് ആയത്തന്നെ ഇറങ്ങി. അതുവരെ തിരുനബി കാത്തിരുന്നു. അത് ആയിഷ ബീവിൻ്റെ ഒരു ഭാഗ്യമാണ്. ആയിഷ ബീവിൻ്റെ വലിയൊരു ഭാഗ്യം. ആയിഷ ബീവി ഒരാഴ്ച കണ്ണുനീര് വറ്റാതെ കരഞ്ഞുപോയി, രാത്രിയും പകലും. അങ്ങനെ കരഞ്ഞപ്പോൾ അതിന് പ്രതിഫലമായിട്ട് അള്ളാഹു കൊടുത്തതാണ്, അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തു ആയിഷ ബീവിനെ പറ്റി. ആയിഷ ബീവി നല്ല വിശുദ്ധയാണ്, നല്ല ചാരിത്രശുദ്ധിയുള്ള മഹദിയാണെന്ന് പറഞ്ഞ് അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കി. അത് പറഞ്ഞ സംഭവം പറഞ്ഞു പരത്തിയവർ വ്യാജന്മാരാണ്, കള്ളന്മാരാണെന്ന് പറയുന്ന ആയത്ത് അള്ളാഹു തആല ഇറക്കി. അപ്പോൾ അതാണ് അതിലുള്ള യുക്തി, റസൂലുള്ളാഹി പറയാതിരുന്നത്. വഷിആൻ, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ബദർ യുദ്ധം ഉദാഹരണമായിട്ട്, ബദർ യുദ്ധം 313 ആളുകൾ, അവരുടെ 2 ഇരട്ടി അധികമുണ്ട് ശത്രുക്കൾ. അന്നേരം മാത്രമല്ല, എല്ലാവരുടെ കയ്യിലും വാളോ മറ്റു ആയുധങ്ങളോ പരിചയമൊന്നുമില്ല. അങ്ങനെയാണ് മുസ്ലിങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുപ്പോടുകൂടെ പോയതെല്ലാം ഒരു യാത്ര സംഘത്തെ നേരിടാൻ വേണ്ടി പോയതാ, യുദ്ധത്തിനൊരുങ്ങി ഒരിക്കലും പോയതല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ മുന്നിൽ യുദ്ധം ചെയ്യേണ്ട നിർബന്ധാവസ്ഥ വരികയാണ്. ശത്രുക്കളാണെങ്കിൽ അവരുടെ ഇരട്ടി ഉണ്ടാനും. അന്നേരം ബദർ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള വിവരം തിരുനബിക്ക് അള്ളാഹു ഉറപ്പായി കൊടുത്തിട്ടില്ല. ആ കൊടുക്കാതിരുന്നതിൽ ഒരു മറ അവിടെ അള്ളാഹുവിടെ ഇട്ടു. അതിൽ വലിയൊരു യുക്തിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന ഇസ്ലാമിക ഭരണാധികാരികൾ, ഇമാമിയങ്ങൾ, നേതൃത്വം, ഇസ്ലാമിൻ്റെ നേതൃത്വം, ആ നേതൃത്വം നൽകുന്ന ആൾ എങ്ങനെ നിൽക്കണം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്നതിന് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ പാഠം വേണം. അതിന് ബദർ യുദ്ധം തുടങ്ങുന്ന സമയത്ത് യുദ്ധം അവസാനിക്കുന്നത് വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് കൈമലർത്തി ദുആ ചെയ്യാണ്, പടച്ചോനെ നീ സഹായിക്കണമേ. അപ്പം അങ്ങനെയാണ് റസൂൽ നേരെ കൂട്ടി മുൻകൂട്ടിയത്, ഇതിന് പൂർണ്ണമായി വിജയം ഉണ്ടാവും, ശത്രുക്കൾ ഏറ്റവും വലിയ ശത്രുക്കളൊക്കെ കൊല ചെയ്യപ്പെടും
എന്നുള്ള വിവരം നേരത്തെ നബിക്ക് നൽകിയാൽ നബി അങ്ങനെ കരഞ്ഞ് ബേജാറായി ദുആ ചെയ്യൂല. അവ നബിത്തങ്ങൾ അങ്ങനെ കരഞ്ഞ് ബേജാറായി ദുആ ചെയ്യണം. ഒരു നേതാവ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. യുദ്ധ സമയങ്ങളിലൊക്കെ അള്ളാഹുവിലേക്ക് കൈമലർത്തി താഴ്മ പ്രകടിപ്പിച്ച് ധാരാളം പ്രാർത്ഥനകൾ നടത്തണം. എന്നാലേ ആത്മീയമായ വിജയം, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവൂ. അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിക്ക് അള്ളാഹു തആല വിജയത്തെക്കുറിച്ചൊരു മറട്ട് കൊടുത്ത് തിരുനബി നിഷ്കളങ്കമായി കരഞ്ഞ് ദുആ ചെയ്തു ആ ബദർ യുദ്ധത്തിൽ. ഇത്രത്തോളം ആ ദുആ ചെയ്യുന്ന അവസ്ഥ കണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് വളരെ വിഷമായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിങ്ങൾ ദ്വാരക്കല്ലി, നിങ്ങൾ ദുആ നിർത്തി, നമുക്കെന്തായാലും സഹായം ഉണ്ടാവും, അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ സിദ്ദീഖുൽ അക്ബർ നബി തങ്ങളോട് പറയേണ്ടി വന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.